വലുതായാൽ എന്താകും ആര് കണ്ടു? എനിക്ക് നമ്മളൊക്കെ നോക്കുന്നു എന്താണ് ഇവന്റെയൊക്കെ സ്വഭാവം വെച്ചുകൊണ്ട് കണ്ടാൽ ഇപ്പൊ തന്നെ ഏതാണ്ട് ഉറപ്പാണ് വലുതായ നമുക്ക് ഒരു ഉപകാരവും കിട്ടില്ല. മാതാപിതാക്കളിൽ വലിയൊരു ശതമാനത്തിനും ഏകദേശം ഉറപ്പുള്ള ഒരു സംഗതിയാണ് കുട്ടികൾ നമുക്ക് ഉപകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. ആ വിശ്വാസം നമുക്ക് ഗുണം ചെയ്യോ നമുക്ക് ദോഷം ചെയ്യോ? നിങ്ങളെ എന്താ? ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യും. ഗുണം ചെയ്യുമെന്ന് പറയാൻ കാരണം പറയുന്നില്ല. അപ്പോ അവരെങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ലല്ലോ, ഞെട്ടലും പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ പണ്ടേ അങ്ങനെ പ്രതീക്ഷിച്ചതാണ്, അതിപ്പോ അവര് കാണിച്ചു, ആ സ്വഭാവം കാണിച്ചു എന്നുള്ള ഒരു നിരാശയില്ലാത്ത ഒരു മനസ്സുണ്ടാവും എന്നുള്ളതാണ്. ദോഷാവും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് അത്ര കണ്ട് ആ രൂപത്തിൽ വലിയ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നന്നായി പരിഗണനയോടുകൂടി നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് തോന്നുന്ന ഒരു സാധനത്തിന് നിങ്ങൾ കൊടുക്കുന്ന വിലയും നിങ്ങൾക്ക് തീരെ ഉപകരിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന സംഗതിക്ക് നിങ്ങൾ കൊടുക്കുന്ന വില ഒരുപോലെ ആയിരിക്കും? അല്ല. ഒറ്റ ഉദാഹരണം പറയാം. പരിസ്ഥിതി ദിനത്തിന് കുട്ടികൾ സ്കൂളിൽ നിന്ന് ഒരു ചെടി കൊണ്ടുവന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റോ ഗവൺമെന്റോ കൊടുക്കുന്ന ഒരു ചെടിയാണ്. ആ ചെടി തയ്യും പിടിച്ചിട്ട് നിങ്ങളെ കുട്ടികളെ ക്ലാസ്സുകളെ വീട്ടിലേക്ക് വന്നെന്ന് വിചാരിക്കാം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടി പറയണേ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഈ തൈ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഈ തൈ തന്നാൽ നിങ്ങൾ എങ്ങനെ വാങ്ങി? എടുത്തു വാങ്ങി അങ്ങനെ വളരെ ഭദ്രമായി കൊണ്ടുപോയി വെച്ച് അപ്പൊ തന്നെ ഒന്നുകിൽ വീട്ടിലെ പണിക്കാരനെ വിളിച്ചാൽ നിങ്ങൾ തന്നെ തൂമ്പെടുത്ത് അതിന്റെ അളവൊക്കെ അന്വേഷിച്ച് ഒരാളോട് വിളിച്ചു ചോദിച്ചു, ഈ തൈ നടാൻ എത്ര ആഴം വേണം, എത്ര വീതി വേണം എന്ന് ചോദിച്ചു. ഇതിൽ നിങ്ങൾ ആദ്യം മണ്ണിടണോ, പിന്നെ അതിന് വളം ഇടണോ, വളം ഇടണമെങ്കിൽ തന്നെ ഏത് വളം ഇടണം എന്നൊക്കെ അന്വേഷിച്ച് നന്നായി ആലോചിച്ച് ശ്രദ്ധിച്ച് കുറെ മുൻകരുതലുകളൊക്കെ എടുത്ത് ഒഴിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി വെച്ച് എന്നിട്ട് ഈ മോനെയും കൂടെ അടുത്ത് നിർത്തി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന തൈ, പഞ്ചായത്ത് കൊടുത്ത തൈ, അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിന് കിട്ടിയ തൈ, ഗവൺമെന്റ് കൊടുത്ത തൈ, ഫോറസ്റ്റ് കൊടുത്ത തൈ അത്ര ശ്രദ്ധയോടെ കരുതലോടെ നട്ട് എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് പടച്ചോനെ ഇത് നന്നായി വളർത്തണേന്ന് പ്രാർത്ഥിച്ച് വീട്ടിനുള്ളിലേക്ക് കയറി വരുന്ന ഒരു രക്ഷിതാവ് ഈ കൂട്ടത്തിലുണ്ടാവും. ഞാനിങ്ങനെ പറയുമ്പോൾ എന്നിങ്ങനെ തുറച്ചു വെക്കണം. അങ്ങനെയൊന്നും ആരും ചെയ്യലില്ലല്ലോ, അങ്ങനെയൊന്നും ആരും ചെയ്യൂലല്ലോ, അതൊന്നും അങ്ങനെ ചെയ്യേണ്ടതില്ലല്ലോ. കാരണം എന്താ? ഇത് പഞ്ചായത്തിന്റെ തൈ, ഫോറസ്റ്റിന്റെ തൈ, സ്കൂളിലെ കുട്ടി എല്ലാവർക്കും കൊടുത്ത തൈ. ഇത് നന്നാവോന്നറിയില്ല, ഇത് കാടാവോന്നറിയില്ല, ഇത് രക്ഷപ്പെടുവോന്നറിയില്ല, പ്രതീക്ഷയില്ല. വാങ്ങിയിട്ട് അവിടെ സൈഡിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആരെയൊക്കെ വീട്ടിൽ പണിക്ക് വന്നാൽ ആ തെയ്യങ്ങ് നട്ടാളാന്ന് പറയും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തും പറയും? അത് ഉണങ്ങിപ്പോകല്ലോ, എന്തായാലും നോക്കൂലല്ലോ. അത് ഉണങ്ങിയ ഉടനെ പറയും അപ്പോഴേ ഉറപ്പായിരുന്നു ആ ഫോറസ്റ്റിന്റെ തെയ്യൊന്നും നന്നാവൂല. നിങ്ങളൊരു 150 റുപ്യ കൊടുത്തിട്ട് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് ഒരു 300-നോ 400-നോ 100-നോ 200-നോ നിങ്ങളൊരു തൈ വാങ്ങിയാൽ ആ തൈ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാ? രാത്രിക്ക് എവിടെ വെക്കണം, പകലെവിടെ വെക്കണം, വെയിലത്ത് എവിടെ വെക്കണം, അഥവാ മഴ പെയ്താൽ എവിടെ വെക്കണം, ഇത് കൊണ്ടുപോയിട്ട് നടുമ്പോ എന്ത് ശ്രദ്ധിക്കണം, അതിൽ എന്തൊക്കെ വളം ചേർക്കണം, എത്ര ആഴം എത്ര വീതി, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ശ്രദ്ധയും കാണിച്ചിട്ട് ഏത് നടും? വെള്ളച്ചെടി നടും. നട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും പടച്ചോനെ ഇത് ഉഷാറാക്കി തരണം, ഇത് ഹൈബ്രിഡാണ്, ഇത് 4 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ഒരു സാധനമാണ്, ഇത് നന്നായി വളരുന്നതാണ് അവരൊക്കെ പറഞ്ഞത്, ഇത് നന്നായി വളരണം, വളർന്നിട്ട് കായ് പറിക്കുന്നത് പോലും മനസ്സിന് സ്വപ്നം കണ്ടിട്ടാണ് ഈ തൈ നടുക. പറഞ്ഞ പോലെ ആ തൈ നന്നാവും, ആ തൈ വിചാരിച്ച പോലെ വലുതാവും. ആ തൈയിൽ നിന്ന് നിങ്ങൾ ഫലമൊക്കെ 2-3 കൊല്ലം കൊണ്ട് പറിക്കും. അപ്പൊ നിങ്ങളെ മനസ്സിലെന്താ പറയാ? സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന തൈ നന്നാവൂല, ഈ തൈ നന്നാവും. നിങ്ങൾ കൊണ്ടുവന്ന തൈയുടെ പ്രശ്നമാണോ നിങ്ങളെ മനോഭാവത്തിന്റെ പ്രശ്നമാണോ? ഏതിന്റെ പ്രശ്നം? മനോഭാവത്തിന്റെ പ്രശ്നം. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളിങ്ങനെ സ്കൂളിൽ നിങ്ങൾ വണ്ടിയിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോ അല്ലെ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കഴിച്ച മാമ്പഴത്തിന്റെ കഴിച്ച അവസാനം അതൊന്ന് വലിച്ചെറിഞ്ഞാൽ നിങ്ങൾ കാലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതോ ദൂരത്തൂടെ പോകുമ്പോ നിങ്ങൾ എറിഞ്ഞ അണ്ടിയിൽ നിന്ന് ഒരു മാവ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താ? അവിടെ നിങ്ങളെ പോലെ ഇത് ഉണ്ടാവൂല എന്ന് പറയുന്ന ഒരാളവിടെ ആ കാട്ടിൽ ഉണ്ടായില്ല, ആ റോഡ് സൈഡിൽ ഉണ്ടായില്ല, ആ തോട്ടത്തിൽ ഉണ്ടായില്ല. ആരോ എറിഞ്ഞ മാങ്ങയിൽ നിന്ന് അവിടെ ഒരു തൈ വളർന്നു വരുമ്പോ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നിസ്സാരമല്ല, ഒന്നും ഈ പ്രപഞ്ചത്തിൽ വൃഥാവിലല്ല, എല്ലാത്തിനും അതിന്റെ ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നെ തിരിച്ചറിയുന്നത് വളരെയാണ്. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് കുട്ടികൾ മോശക്കാരല്ല. കുട്ടികളൊന്നും ഈ പ്രപഞ്ചത്തിൽ മോശമായി ജനിക്കുന്നുമില്ല. മോശം ചെയ്യുന്ന കുട്ടികളുണ്ട്,
അതിന്റെ കാരണം പ്രപഞ്ചത്തിൽ മനുഷ്യനെ പഠിപ്പിക്കുന്ന പ്രവാചകരൊക്കെ പഠിപ്പിക്കുന്ന ഹൃദയഹാരിയായ വാക്കെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെല്ലാം നിഷ്കളങ്കമായ, സ്വച്ഛന്തമായ, ഏറ്റവും ജെനുവിനായ പ്രകൃതത്തിലാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുന്ന മക്കളാണ് മക്കൾ. ആ മക്കളെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് മോശമാകുന്നു, കൂട്ടുകെട്ടുകൾ കൊണ്ട് മോശമാകുന്നു, നാട്ടിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് മോശമാകുന്നു, അവർ കാണുന്നതും കേൾക്കുന്നതും മോശമായതുകൊണ്ട് അവർ മോശമാകുന്നു, അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് അവരും മോശമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു. കുട്ടികളല്ല മോശം, കുട്ടികൾ സ്വീകരിക്കുന്ന, അവരനുഭവിക്കുന്ന ചുറ്റുപാടുകളാണ് മോശം. ആ ചുറ്റുപാടുകൾക്കനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഇൻപുട്ടും അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ മോശമാകാനേ സാധ്യതയുള്ളൂ. നിങ്ങളും ഞാനും മനസ്സുകൊണ്ട് കരുതേണ്ടത് 1ാം ക്ലാസ്സിലാണെങ്കിലും LKG യിലാണെങ്കിലും 8ലാണെങ്കിലും 10ലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ അത് ഈ പ്രപഞ്ചത്തിൽ സർവശക്തനായ തമ്പുരാൻ എനിക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ്, സൗഭാഗ്യമാണ്. അതിന് കുറവുകൾ ഉണ്ടാവാം, അതിന് എന്തെങ്കിലുമൊക്കെ പരിമിതികൾ ഉണ്ടാവാം. ആ പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും ആ രക്ഷിതാവ്, ആ കുഞ്ഞ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടിയെ പരിരക്ഷിക്കാൻ, സ്നേഹിക്കാൻ, പരിഗണിക്കാൻ, പരിചരിക്കാൻ എന്ന് തുടങ്ങുന്നു, അന്നാണ് നിങ്ങളുടെ കുട്ടികൾ നന്മയുടെ തീരത്തേക്ക് പതിയെ പതിയെ നടന്നെടുക്കാൻ തുടങ്ങുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ കോഴിക്കോട് ജില്ലക്കാരനായ ഒരു കുട്ടിയും ആ കുട്ടിയുടെ രക്ഷിതാവും ആ പരിപാടിയിലുണ്ട്. അങ്ങനെ ഞാനാണ് ആ പ്രോഗ്രാമിൽ സംസാരിക്കുന്നത്. എന്റെ സംസാരത്തിന് മുമ്പ് ആ സദസ്സിൽ എത്തിപ്പെട്ട ഈ കുട്ടിയെ ആ സദസ്സിന് പരിചയപ്പെടുത്തുകയാണ്. ആ കുട്ടി ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ പരിചയപ്പെടുത്തുന്നതിനിടയിൽ അവിടുത്തെ ഒരാൾ മൈക്ക് ഉൾപ്പെടുത്തിട്ട് പറഞ്ഞു, കുട്ടിയെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ, 2 വാക്ക് ആ കുട്ടിയുടെ രക്ഷിതാവ് പറയട്ടെ, ആ കുട്ടിയുടെ വാപ്പ നിങ്ങളോട് സംസാരിക്കട്ടെ, എന്നിട്ട് എന്റെ സെഷനിലേക്ക് കടക്കാമെന്നും പറഞ്ഞ് അധ്യക്ഷൻ ഇദ്ദേഹത്തിന്റെ വകയിൽ മൈക്ക് കൊടുത്തു. ആ രക്ഷിതാവ് കയ്യിൽ മൈക്കെടുത്തു. മൈക്കെടുത്തിട്ട് ആ രക്ഷിതാവ് പറഞ്ഞ എന്റെ മനസ്സിന് മായാത്ത വല്ലാത്തൊരു ഹൃദയം തൊടുന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ജനിച്ച ഞങ്ങളുടെ 3ാമത്തെ മകനാണ് ഈ കുട്ടി. ആ കുട്ടി പ്രസവിക്കുന്ന സമയത്ത്, ആ കുട്ടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ഗർഭം ചുമന്ന് ഒരാൺകുട്ടിയെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കൊതിച്ചും പ്രാർത്ഥിച്ചും ഞാനും എന്റെ ഭാര്യയും ഒരു സാധാരണ കുടുംബമാണ്, വളരെ സാധാരണമായ ഒരു ജീവിത സാഹചര്യത്തിലുള്ളവർ. അങ്ങനെ അവർ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞു. ഡോക്ടർമാർ പലപ്പോഴും പല ആശങ്കകൾ പറഞ്ഞു. അവസാനം ഞങ്ങൾ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഡോക്ടറുടെ അടുത്ത് എത്തിയപ്പോൾ ഡോക്ടർ ഞങ്ങളോട് തീർത്തു പറഞ്ഞു, അവസാനം നിങ്ങൾ ഈ കുട്ടിയെ പ്രസവിക്കാൻ അനുവദിക്കരുത്. ഈ കുട്ടി പ്രസവിച്ചാൽ വലിയ പ്രശ്നമാണ്. കാരണം ഈ കുട്ടി വളർച്ചയില്ല, ഒരുപാട് വൈകല്യങ്ങളുണ്ട്. അവളുടെ സമയത്തിനനുസരിച്ച് ഈ കുട്ടിക്കുണ്ടാവേണ്ട പുരോഗതി അവ പ്രായത്തിലോ ആ കുട്ടിയുടെ ശരീരത്തിലോ പ്രകൃതത്തിലോ ഒന്നുമില്ല. മാത്രമല്ല ഈ കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് വലിയ ശാപം പോലെയാകും. അതുകൊണ്ട് നിങ്ങൾ ആ മകനെ പ്രസവിപ്പിക്കരുത്, സർജറി ചെയ്ത് ആ കുട്ടി എടുത്ത് കളയണം. കാരണം ആ കുട്ടി ജീവിക്കുന്നത് നിങ്ങൾക്കും നല്ലതല്ല, കുട്ടിക്ക് നല്ലതല്ല. എല്ലാ കാലത്തും അതൊരു ദുരന്തമായിരിക്കും, സങ്കടമായിരിക്കും. ഈ അമ്മ ഈ രക്ഷിതാവിനോട് ഈ ഡോക്ടറോട് ചോദിച്ചു, എന്റെ മോനിക്ക് എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞ ആ കുട്ടിക്ക് വളർച്ചയില്ല, ആ കുട്ടിക്ക് ശരീരത്തിൽ കൈകാലുകൾ എല്ലാ കുട്ടികളെയും പോലെ ആരോഗ്യമുള്ള കൈയും കാലും അല്ല. മാത്രമല്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് വൈകല്യമുണ്ട്. ആ കുട്ടിക്ക് സംസാര ശേഷി ഉണ്ടാവില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർച്ച എന്ന് പറയുന്നതിന് ഉണ്ടാവില്ല, ബുദ്ധിക്കും ക്ഷമത ഉണ്ടാവില്ല. എപ്പോഴും കിടക്കയിൽ ശയ്യാവലംബിയായി കിടക്കേണ്ടി വരും. മാത്രമല്ല മാരകമായ രോഗങ്ങളുടെ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, പ്രസവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് സർജറി ചെയ്ത് നശിപ്പിക്കുന്നതാണ് നല്ലത്. ആ ഉമ്മക്കും രക്ഷിതാവിന്റെയും സമ്മതത്തിന് വേണ്ടി വിട്ടു. അവർ രണ്ടുപേരും ഇരുന്നിങ്ങനെ ആലോചിച്ചു. അവരുടെ ഭർത്താവ് പറഞ്ഞു, നീ പറയുന്നത് പോലെ ചെയ്യും, കാരണം നീയാണ് പ്രസവിക്കാൻ പോണത്. നിന്നെ പ്രസവിച്ച് ആഗ്രഹിച്ച് വലിയ നൊന്ത് വേദനിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞ് ഈ രൂപത്തിലായി ജീവിതകാലം മുഴുവൻ അവനെ നോക്കി നടത്തേണ്ടത് നീയാണ്. അങ്ങനെ എന്നെക്കാൾ കൂടുതൽ ശുശ്രൂഷിക്കേണ്ടി വരും ഒരു ഉമ്മയാണ്. അതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനത്തിന് ഞാൻ തയ്യാറാണ്. അവർ രണ്ടാളും കൂടെ ആലോചിച്ചു. സംസാരിച്ച ശേഷം ആ ഉമ്മ ഈ ഭർത്താവിനോട് പറഞ്ഞു അത്രേ, തൻ്റെ മാതാവിൻ്റെ നൊന്ത് പ്രസവിക്കുന്ന മാതാവിൻ്റെ വേദനയോടെ പറഞ്ഞു, നമുക്കിതിനു മുമ്പും കുട്ടികളെ ദൈവം തന്നിട്ടുണ്ട്, ആ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ മകന് ഇനി എന്ത് കുഴപ്പമുണ്ടെങ്കിലും എന്തൊക്കെ രോഗമുണ്ടെങ്കിലും എങ്ങനെയൊക്കെ നമ്മൾ ജീവിതകാലം മുഴുവൻ അവനെ പരിശോധിക്കാനും അവനെ പരിചരിക്കാനും വേണ്ടി ചെലവഴിക്കേണ്ടി വന്നാലും നമ്മൾ ഈ കുഞ്ഞിനെ പ്രസവിക്കും. അത് വരുന്നിടത്ത് വെച്ച് കാണാം, ദൈവം തരുന്നത് നമ്മൾ കൈനീട്ടി സ്വീകരിക്കാം. ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾക്ക് വാശിയാണ്, ഇങ്ങനെയൊന്നും നിങ്ങൾ പിടിവാശി കാണിക്കേണ്ട, ഞങ്ങൾക്ക് അത്ര ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എല്ലാം പറഞ്ഞിട്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല സ്ത്രീ. അവസാനം ആ കുഞ്ഞിനെ ആർക്കും താല്പര്യമില്ലാതെ ആ കുഞ്ഞിനെ പ്രസവിച്ചു. കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എടുക്കുന്ന ഒരു വലിയ ചലഞ്ചാണ്, വലിയ വെല്ലുവിളിയാണ്, വലിയ പരീക്ഷണമാണ്, അത് നിങ്ങൾ തയ്യാറാവണ്ട, അതിനു വേണ്ടി ശ്രമിക്കേണ്ട.
എല്ലാവരും ഉപദേശിച്ചു. എന്നിട്ടും ആ രക്ഷിതാവ് മാതാവ് ആ പിതാവും സമ്മതിച്ചില്ല. അവസാനം കുഞ്ഞിനെ പ്രസവിച്ചു. പറഞ്ഞതുപോലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വൈകല്യങ്ങളോടുകൂടി പ്രസവിച്ചു. കുട്ടിക്ക് 2 കൈകളില്ല, കാലിനൊന്ന് വളർച്ചയില്ല, അങ്ങനെ തന്റെ കൈകാലുകൾക്ക് ബലമില്ല, ശരീരം വല്ലാത്തൊരു പരുവത്തിലാണ്, ശരീരത്തിന്റെ പിറകിൽ ഒരു പ്രത്യേക ഒരു തനിപ്പുണ്ട് ആ കുട്ടിക്ക്. അങ്ങനെ ആ കുട്ടിയിൽ എല്ലാ വൈകല്യങ്ങളോടും കൂടി ആ കുഞ്ഞ് പ്രസവിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നിങ്ങൾ കാണേണ്ടി വരിക, ഇതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക. നിങ്ങൾക്കന്ന് സമ്മതിച്ചില്ല, ഇനി നിങ്ങളായിട്ട് അനുഭവിച്ചോളൂ, നിങ്ങൾക്ക് ഇത് കാണാനുള്ളത്, നിങ്ങൾ അനുഭവിക്കാനുള്ളത്, അങ്ങനെ നിങ്ങൾ കൊണ്ടുപോട്ടെ, നിങ്ങൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചിട്ട് ഒഴിവാക്കി. ആ മാതാവ് കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആ കുഞ്ഞിനെ മുല ചുരുത്താൻ പോലും, മുല കുടിക്കാൻ പോലും ആ കുട്ടിക്ക് സ്വന്തം കഴിയുന്നില്ല. അങ്ങനെ വൈകല്യത്തോടെ ആ കുഞ്ഞിനെ കൂട്ടിയെടുത്ത് പെറുക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരിങ്ങനെ സംരക്ഷിക്കാൻ എത്ര കാലം എന്നറിയില്ല. ഈ കുട്ടിക്ക് എന്തായാലും നടക്കാനും കഴിയില്ല, എഴുന്നേറ്റ് നിൽക്കാനൊന്നും കഴിയാൻ സാധ്യതയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ആസ്പത്രിയിൽ നിന്ന് ആസ്പത്രികളിലേക്ക് കുട്ടീനെ കൊണ്ടിങ്ങനെ ഓടുക. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് പഴയതുപോലെ മറ്റുള്ള കുട്ടികളെ പോലെ ആരോഗ്യത്തോടെ തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും ഉറപ്പായി. പക്ഷേ ഈ മാതാവും പിതാവും ഈ കുഞ്ഞിൽ പ്രതീക്ഷ അർപ്പിച്ചു. നിങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന തെയ്യോട് കാണിക്കുന്നത് പോലെയല്ല, വില കൊടുത്ത് വാങ്ങിയ നഴ്സറിയിലെ തെയ്യിനയോട് കാണിക്കുന്നത് പോലെ ഈ കുട്ടിയോട് ഈ മാതാപിതാക്കൾ വല്ലാത്ത അടുപ്പം കാണിച്ചു. സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ആ കുട്ടി നന്നാവും, രക്ഷപ്പെടുമെന്ന് അവർ പ്രതീക്ഷയോട് ആഗ്രഹിച്ചു. ആ കുട്ടിക്ക് വേണ്ടി എല്ലാ ശ്രമവും നടത്തി. അവരുടെ എല്ലാ ഏർപ്പാടുകളും മാറ്റിവെച്ച് ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള പണികളിലും വ്യാപൃതമായി ആ പ്രവർത്തനങ്ങളിലൊക്കെ ഓടി നടന്ന് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ചികിത്സ നൽകി, ആ കുഞ്ഞിന് എല്ലാ പരിരക്ഷയും നൽകി. ആ കുഞ്ഞ് മെല്ലെ 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 വളർന്നു. സ്കൂളിൽ പോകാൻ കഴിയാത്ത ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോയി തന്റെ കുഞ്ഞുനാളുകളിൽ പ്രാഥമിക വിദ്യാലയത്തിൽ കൊണ്ടുപോയി ചേർത്തു. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കുട്ടി ഇങ്ങനെ പഠിച്ചു വളർന്നു. അവന് സംസാരിക്കാൻ വലിയ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തടസ്സങ്ങളില്ലാതെ സംസാരിക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല. എല്ലാ പരിഭവങ്ങളുമുണ്ട്, വിഷമങ്ങളുണ്ട്, പരാധീനതകളുണ്ട്. പക്ഷെ സങ്കടത്തോടെ ആ മോൻ ഇങ്ങനെ വളരുകയാണ്. ആ മോന് വളർന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ആ പ്രോഗ്രാമിൽ വെച്ച് ആ കുട്ടിയെ കാണുന്നത് ആ കുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ആ കുട്ടി എന്തിനു വേണ്ടി ആദരിക്കുന്നത് നിങ്ങളറിയോ? ആ കുട്ടി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ആ പാരാ ഒളിമ്പിക്സിൽ ഈ ഇത്തരത്തിലുള്ള വൈകല്യമുള്ള ശാരീരിക അംഗവൈകല്യമുള്ള മക്കൾക്ക് വേണ്ടി ലോകത്ത് ആഗോളാടിസ്ഥാനത്തിൽ നടത്തുന്ന ഗ്ലോബലി നടത്തുന്ന മത്സരത്തിൽ സ്വിമ്മിങ്ങിൽ 1ാം സ്ഥാനം നേടി ഗോൾഡ് മെഡൽ നേടിയിട്ടാണ് ആ കുട്ടിയെ ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ വേദികളിലും കൊണ്ടുപോയി ആദരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ കണ്ണ് നിറച്ചിട്ട് ആ പിതാവ് പറയാണ്, കണ്ണ് നിറച്ചിട്ട്, ഈ മോന് ഇങ്ങനെ 2 ദേശീയ ഒളിമ്പിക്സ് മീറ്റുകളിൽ ചെന്ന് ആ ഒളിമ്പ്യാഡിൽ ചെന്ന് 2 ഗോൾഡ് മെഡലുകൾ വാങ്ങി ഈ രാജ്യത്തിന് അഭിമാനമായി, അതും സ്വിമ്മിങ്ങിലൂടെ ഇത്തരം കയ്യും കാലുള്ള ആളുകൾക്ക് പോലും സാധിക്കാത്ത മേഖലകളിൽ മത്സരിച്ച് പ്രതിഭ തെളിയിച്ച് ഈ രാജ്യത്തിന് അഭിമാനമായി മാറുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഞങ്ങളെ മോനെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ മോനിക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുത്തിരുന്നു. ആ കുട്ടി എന്താണെന്നറിയോ നിങ്ങൾ? ആ കുട്ടി വളർന്നു വന്ന് കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്നപ്പോൾ, ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ ഖത്തറിലെ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ ഇന്ന് ലോകം മുഴുവനും ആദരിക്കുന്ന മെസ്സിയുടെ അരികത്ത് ചെന്ന് മെസ്സിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഭാഗ്യം കിട്ടിയ ഇന്ത്യയിലെ ഏക വിദ്യാർത്ഥിയിൽ ഒരാളാണ് ഏക കുട്ടിയാണ് ഈ പറയപ്പെടുന്ന സുഹൃത്ത്. അങ്ങനെ രാജ്യത്തിന്റെ നെറുകയിലേക്ക് വളർന്നു വരാൻ വലിയ അവസരം കിട്ടിയൊരു കുഞ്ഞ്. ആ കുഞ്ഞിന് ഡോക്ടർമാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് കളയാമായിരുന്നു മാതാപിതാക്കൾക്ക്.